യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും ആധ്യാത്മികതയിൽ വളരുവാനും നാം പരിശ്രമിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് പശ്ചാത്താപം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് നിരന്തരം നാം കർത്താവിങ്കിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. നാം എല്ലാവരും പാപികളാണ്, നാം എല്ലാവരും ബലഹീനരാണ്. കർത്താവിൻ്റെ ശക്തി കൂടാതെ പരിശുദ്ധമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നിരന്തരം കർത്താവിലേക്ക് നോക്കി കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യമായി പറഞ്ഞത് ഇതാണ്: കാലം സമ്പൂർണമായിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. പശ്ചാത്താപം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നാം ഓർക്കാറുള്ളത് പാപത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് വിലപിക്കുക, കരയുക എന്നൊക്കെയാണ്. എന്നാൽ യഥാർത്ഥ പശ്ചാത്താപം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്ന് ജോയൽ പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ മാറ്റം ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത്. ഈ മാറ്റം നമ്മുടെ മനോഭാവങ്ങളിലാണ് സംഭവിക്കേണ്ടത്. പശ്ചാത്താപത്തെ സൂചിപ്പിക്കാനായി ഹീബ്രു ഭാഷയിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷൂബ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഷൂബ് എന്ന വാക്കിന്റെ അർത്ഥം കരയുക എന്നോ വിലപിക്കുക എന്നോ ഒന്നുമല്ല, മറിച്ച് തിരിയുക എന്നാണ്. ദൈവത്തിലേക്ക് തിരിയുക, അതാണ് പശ്ചാത്താപം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്നു, യു ടേൺ എടുക്കുന്നു. ഈ യു ടേൺ എടുക്കലാണ് പശ്ചാത്താപം. കരയുകയും വിലപിക്കുകയും ചെയ്തിട്ട് കർത്താവിങ്കിലേക്ക് തിരിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ അകന്നു പോവുകയാണ്. അത് പശ്ചാത്താപമല്ല. പശ്ചാത്താപം എന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയലാണ്, യു ടേൺ എടുക്കലാണ്, ഷൂബ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ നോമ്പ് കാലത്ത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ ചിന്താ രീതികളിൽ, ജീവിത രീതികളിൽ ഒരു യു ടേൺ സംഭവിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാറ്റം വരുത്താൻ, ഏതെങ്കിലും ഒരു രീതിയിൽ, ഒരു ശീലത്തിൽ, ദുശീലത്തിൽ മാറ്റം വരുത്താൻ നാം പരിശ്രമിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പശ്ചാത്താപം പരിപൂർണമാവുന്നത്, യു ടേൺ സംഭവിക്കുന്നത്. ഈ യു ടേൺ സംഭവിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ പ്രത്യേകമായി കർത്താവിങ്കിലേക്ക് തിരിയാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ നാം വിശ്വസിക്കേണ്ടത് സുവിശേഷത്തിലാണ്. സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇവിടെ നാം മനസ്സിലാക്കണം, വചനം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. വചനം ഒരു ശക്തിയല്ല, വചനം ഒരു ശബ്ദമല്ല, വചനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൽ വിശ്വസിക്കണം. യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം. അപ്പോഴാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ നോമ്പുകാലത്തിൽ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിങ്കിലേക്ക് തിരിയുവാനും യു ടേൺ എടുക്കുവാനും, അതുപോലെ തന്നെ അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.